Good morning. മക്കളെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻ 2ഉം 6 ഒരുമിച്ച് ചെയ്യാം. ചെറിയ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് ഒരുമിച്ച് ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇതുപോലെ കുറേ സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്. ഇത് കളർ ചെയ്തിരിക്കുന്നതാണ് ഭാഗങ്ങളിലോട്ട്. ഞാൻ മൊത്തം ഇത് കളർ ചെയ്തിട്ടില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കണം. പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. If the pattern is continued to the numbers of the colored squares form the arithmetic sequence. ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് arithmetic sequence ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ എഴുതാം. ഫസ്റ്റ് വൺ ഈ നമ്പേഴ്സ് എഴുതാൻ പോവാ. സീക്വൻസ് ഓഫ് കോളം അല്ലെങ്കിൽ എന്താണ് ചോദിച്ചേക്കുന്നത്, സീക്വൻസ് ഓഫ് സ്ക്വയേഴ്സ് എന്ന് എഴുതാം അല്ലേ. സീക്വൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓക്കെ. അതിനകത്ത് എത്ര സ്ക്വയർ ഉണ്ട് നിങ്ങൾ എണ്ണി എടുക്കണേ. 1 2 3 6 7 8 ഓക്കെ. രണ്ടാമത്തെ 1 2 3 4 മേളിലും 4 താഴെയും 4 8 10 ഇവിടെ 2 12. അടുത്തത് 5 ഇവിടെ 5 10 13 16 ഇങ്ങനെ അടിമേത് പോവുക. അടുത്ത ഫിഗർ തന്നിട്ടില്ല. ഇതാണ് ഇതിന്റെ സീക്വൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കി. ഇത് നമ്പർ സീക്വൻസ് ആണ്. ഇപ്പം അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ആണെന്ന് അറിയാൻ നമ്മൾ എന്താ നോക്കണം, കോമൺ ഡിഫറൻസ് നോക്കണം. എങ്ങനെ 12 - 8 എത്രയാ 4. അടുത്ത സംഖ്യ 16 - 12 4 ആണല്ലോ. ഇപ്പൊ കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 4. കോമൺ ഡിഫറൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഇൻ അരിത്തമെറ്റിക് സീക്വൻസിലാണ് അല്ലെ. അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് ഉൾപ്പെടുന്നത് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് വരും നിങ്ങൾക്ക് എക്സാമിന് കേട്ടോ. സന്തോഷമായില്ലേ? ഇപ്പം ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഫുൾ മാർക്ക് മേടിക്കത്തില്ല. ഇതൊന്നും അല്ല മക്കളെ, നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഇത് തന്നെയാണ് വരുന്നതല്ല. നമുക്ക് ഈ ചാപ്റ്റർ ഏറ്റവും വലിയ ചാപ്റ്ററാണിത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ മാർക്കുള്ള ചാപ്റ്റർ. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ തരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് A+, ഞാൻ ഉറപ്പാ. ഓക്കെ. അടുത്ത നമുക്ക് നോക്കാം. ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എടുത്തിടാം. xn is equal to n³ - 6n² + 13n - 7. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസിലാണോ ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിരിക്കുന്നത്? ഇതൊരു xn എഴുതുമ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ അല്ലേ, ഇതാണോ എന്ന് നമ്മൾ നോക്കാൻ പോകും. ഒന്നുമില്ല, സിമ്പിളല്ല. 1 ഇട്ട് കൊടുക്കുക, എന്നിൻ്റെ സ്ഥാനത്തെല്ലാം 1 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക, അങ്ങനെ നോക്കാം. ആദ്യം നമുക്ക് n 1 ആക്കാം. അതായത് ഇതിൻ്റെ എല്ലാ സ്ഥാനത്ത് n ഇടണം 1. അപ്പോൾ ആദ്യത്തെ എത്രയാ 1 അല്ലേ, എന്നല്ലേ എൻ്റെ സ്ഥാനത്ത് തന്നെ എടുക്കുക 1 മൈനസ് അടുത്ത എന്നാണ് 6 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 1 1² പ്ലസ് ഞാൻ ഇത് ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് ബ്രാക്കറ്റ് ഇടുവാണ്. അടുത്ത 13 ഇൻറ്റു എത്രയാ 1 മൈനസ് 7. ചെയ്ത് നോക്കിയേ. 1³ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് 1 തന്നെ മൈനസ് 1ൻ്റെ സ്ക്വയർ 1 6 ഇൻറ്റു 1 6 സൈൻ പ്ലസ് 13 ഇൻറ്റു 1 13 പിന്നെ മൈനസ് 7. ഇങ്ങനെ പ്ലസും മൈനസും എല്ലാം ഒരുമിച്ച് വന്നാൽ ഞാൻ എപ്പോഴും പറയും പ്ലസ് എല്ലാം കൂടെ ആദ്യം ചെയ്യുക, മൈനസ് എല്ലാം കൂടെ ആദ്യം ചെയ്യുക, പിന്നെ അത് തമ്മിൽ ചെയ്യുക. ഇവിടെ പ്ലസ് ആരൊക്കെയുണ്ട്? 1 ഉണ്ട് 13 ഉണ്ട്. അത് തമ്മിൽ ആഡ് ചെയ്യാം. 1 + 13 14. ഇനി മൈനസ് ആരൊക്കെയുണ്ട്? -6ഉം -7. രണ്ട് മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും അല്ലേ. അപ്പൊ 7 + 6 എത്രയാ 13. സൈൻ എന്നാ കൊടുക്കണം? മൈനസ്. കണ്ടോ? ഇസ് ഈക്വൽ ടു +14 -13. വലുതിന്ന് ചെറുത് കുറച്ചു, വലുതിൻ്റെ സൈൻ 1. ആൻസർ എത്ര കിട്ടി? 1. ഇനി നമ്മൾ n is equal to 2 കൊടുത്ത് നോക്കാൻ പോവാം. എന്ത് ചെയ്തതിൻ്റെ സ്ഥാനത്തെല്ലാം 2. ഓക്കെ. 2^2 മൈനസ് 6 ഇൻറ്റു ബ്രാക്കറ്റിൽ കൊടുക്കുവാണ്. എന്നിൻ്റെ സ്ഥാനത്ത് 2 അതിൻ്റെ സ്ക്വയർ പ്ലസ് 13 എന്നിൻ്റെ സ്ഥാനത്ത് 2 മൈനസ് 7 അല്ലേ. 2³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2^3 എന്ന് പറഞ്ഞാൽ 2 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര വരും? 8 മൈനസ് സൈൻ മൈനസ് ആണ്. ഇനി 2ൻ്റെ സ്ക്വയർ 4 4 ഇൻറ്റു 6 24 24 സൈൻ എന്നാ പ്ലസ് 13 ഇൻറ്റു 2 26 അല്ലേ മൈനസ് 7. മുമ്പത്തെ പോലെ തന്നെ പ്ലസ് എല്ലാം കൂടെ ആദ്യം ആഡ് ചെയ്യുക. ഏതൊക്കെയാണ് പ്ലസ് ഉള്ളത്? 8ഉം 26ഉം. 8 6ഉം ആദ്യം തമ്മിൽ ആഡ് ചെയ്ത് 8 6 എത്രയാണ്? 8 6 14 1 1 1
34 34. ഇനി 2 മൈനസ് ഉണ്ട്, 24ഉം 7ഉം മൈനസ് കൂടെ ആഡ് ചെയ്യണം, സൈൻ മൈനസ് കൊടുക്കുക. എത്രയാ? 31 അല്ലേ? ആഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോ 31. 34ഉം മൈനസ് 31. അപ്പൊ എത്ര വരും ആൻസർ? 3. 1 3. ഇത്രയും ചെയ്താൽ പോരാട്ടെ, അതിനൊന്ന് മറ്റ് ലൈവാണ്, കൂടുതൽ ചെയ്യാനുണ്ട്. എന്നാലും നമുക്കിതൊരു സീക്വൻസ് ആക്കിയാലല്ലേ നമുക്ക് 2 അവിടെ കിട്ടിയാലല്ലേ ഓൾജിബ്ര എക്സ്പ്രഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അടുത്ത് നമ്മൾ n = 3 കൊടുക്കുവാണ്, എന്നിന്റെ സ്ഥാനത്തല്ല. അപ്പൊ 2⁻³ മൈനസ് 6 × 3⁻². സോറി, എത്രയാണ് കൊടുക്കുന്നത്? 3 അല്ലേ കൊടുക്കുന്നത്. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 3⁻³ 3⁻² ബ്രാക്കറ്റിൽ പ്ലസ് 13 × 3 കൊടുക്കുക മൈനസ് 7. 3⁻³ എന്ന് പറഞ്ഞാൽ 3 ടൈംസ് 3 9 27 മൈനസ് 9. 3യുടെ സ്ക്വയർ 9. 9 × 6 54 പ്ലസ് 13 × 3 39 മൈനസ് 7. മുമ്പത്തെ പോലെ പ്ലസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് 27ഉം 39ഉം ഇത് രണ്ടുമല്ലേ പ്ലസ്. 9 16 ഇഷ്ടം 1 5 6 സോറി 66 ആണ്. ഇനി മൈനസ് 2 കൂടെ ആഡ് ചെയ്യുക, 4ഉം 11 61. എത്രയായിരിക്കും കിട്ടുന്നത്? 5 അല്ലേ? 5 ശരിയാണോ? 1 3 5. ഒന്നും കൂടെ ചെയ്താലോ? അടുത്ത കൂടെ ചെയ്യാം. ഇവിടെ ഒന്നാണ് കിട്ടിയത്. n = 4 കൂടെ ചെയ്യാം. അപ്പം 4⁻³ മൈനസ് 6 × 4⁻². നമ്മൾ ആ ഇക്വേഷൻ അതോടെ ഇട്ട് കൊടുത്തേ, എൻ്റെ സ്ഥാനത്തെല്ലാം 4 ആണ് കേട്ടോ. പ്ലസ് 13 × 4 മൈനസ് 7. എത്രയാണ്? 64 അല്ല 16 ശരിയായിരുന്നല്ലോ. 64 മൈനസ് 60 16 16 × 6 എത്രയാണ്? 96 പ്ലസ് ഇവിടെ എത്ര എഴുതാം? 52 മൈനസ് 7 അല്ലേ? പ്ലസ് എല്ലാം ഇവിടെ ആഡ് ചെയ്ത് 64ഉം 52 എത്ര വരും? 4 2 6 116 മൈനസ് ഇവ രണ്ടും കൂടെ 96 മൈനസ് തമ്മിൽ ആഡ് ചെയ്യുക, 96ഉം 103. അപ്പൊ എത്ര കിട്ടും? മൈനസ് ചെയ്തേ 3 3 6 130 കണ്ടോ? അപ്പൊ നമുക്ക് കിട്ടിയ സീക്വൻസ് ഒന്ന് എഴുതാവേ. 1 3 എഴുതാൻ പോവാ, പൂത്തുകളെഴുതല്ലാവേ. സീക്വൻസ് നമുക്ക് കിട്ടിയ സീക്വൻസ് ആണ്. സീക്വൻസ് ഇതിന്റെ സീക്വൻസ് എത്രയായിരുന്നു? 1 3 പിന്നെ കിട്ടിയത് 5 13. ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കിയേ, നമുക്ക് നോക്കാം. 3 - 1 എന്ന് പറഞ്ഞാൽ 2. 5 - 3 എന്ന് പറഞ്ഞാൽ 5 - 3 എത്രയായിരുന്നു? 2 ആണ്. അത് രണ്ടും കൂടെ വെച്ച് നമുക്ക് പറ്റുമോ? ഇവിടെ നോക്കിയേ, 13 - 5 എത്രയാ? 7 5 8 5 13 അല്ലേ? 8. കോമൺ ഡിഫറൻസ് സെയിം ആണോ? അല്ല. അപ്പൊ നിങ്ങൾ എന്നാ എഴുതും? കോമൺ ഡിഫറൻസ് ഈസ് നോട്ട് സെയിം, സോ ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് എഴുതണം. അപ്പം എപ്പോഴും നമ്മൾ അടുത്തടുത്ത് നോക്കണം കേട്ടോ. തൊട്ട് മുമ്പുള്ളത് മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ മുമ്പ് എല്ലാം കോമൺ ഡിഫറൻസ് കണ്ടപ്പം ഇതുകൂടെ മാത്രമേ നോക്കിയുള്ളൂ. എന്നാലും അതിന്റെ അടുത്തതും കൂടെ ഒന്ന് നോക്കണം. ഇവിടെ നോക്കി, ഇവിടെ സെയിം ആയിരുന്നു. ഇവിടെ ഡിഫറൻസ് 2 ആണ്. പക്ഷെ ഇവിടെ വന്നപ്പം ഡിഫറൻസ് 8 വന്നു. 8ഉം വന്നു അല്ലേ? അപ്പം എപ്പോഴും ആദ്യത്തെ 2 മാത്രം നോക്കിയാൽ പോരാ കേട്ടോ. ഞാൻ മുമ്പേ എല്ലാം 2 നോക്കിയുള്ളൂ. അത് പോരാ മക്കളെ, നമ്മൾ അടുത്തതും കൂടെ നോക്കിയേക്കണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ 2 സെയിം ആയിരുന്നു, പക്ഷേ അവസാനം വേറെ വന്നു. അതുകൊണ്ട് ഇത് കോമൺ ഇതാണോ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? താങ്ക് യു.